ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് സ്റ്റീഫൻ എന്ന മൂവിയാണ്. 9 പെൺകുട്ടികളെ കൊല്ലുന്ന ഒരു സീരിയൽ കില്ലർ. എന്നാൽ അവരുടെ ആരുടെയും ബോഡി കിട്ടുന്നില്ല. ബോഡികളെല്ലാം കാട്ടിൽ നിന്നും അപ്രത്യക്ഷമാവുന്നു. എന്തായിരിക്കും ഇതിനു പിന്നിലുള്ള ദുരൂഹത? അവനെ ക്വസ്റ്റ്യൻ ചെയ്ത പോലീസുകാർ ഞെട്ടിപ്പോയി. ക്ലൈമാക്സിൽ നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റാണ് കാത്തിരിക്കുന്നത്. അപ്പം മൂവിയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് സ്റ്റീഫൻ എന്ന് പറയുന്ന ഈ മൂവിയിലെ നായകൻ കുറച്ച് പെൺകുട്ടികളെ ഓഡീഷൻ ചെയ്യുന്നതാണ്. എല്ലാവർക്കും അഭിനയിക്കാൻ വേണ്ടിയിട്ട് അവനൊരു സീൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. കുട്ടിക്കാലം മുതലേ കളിച്ചു വളർന്ന രണ്ടുപേർ പ്രണയത്തിലാകുന്നു. പക്ഷെ ആ പയ്യനാകട്ടെ ഒരു ക്രൈം ചെയ്തിട്ടുണ്ട്. അത് തന്റെ കാമുകിയോട് അവൻ തുറന്നു പറയുകയാണ്. എന്നാൽ ഇതറിഞ്ഞ കാമുകി താൻ പോലീസിലൊന്നും പറയില്ല എന്നാണ് അവനോട് പറയുന്നത്. പക്ഷെ അവനത് വിശ്വാസം വരുന്നില്ല. നിന്റെ മനസ്സിലുള്ള സത്യം നീ തുറന്നു പറയുന്നതാ നല്ലത്. പോലീസിൽ പറയുമെങ്കിൽ നീ പറയുന്നു പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പോയിക്കോ, ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല. ഇതൊക്കെയായിരുന്നു അവർക്ക് അഭിനയിക്കാൻ കൊടുത്ത സീൻസ്. എല്ലാ പെൺകുട്ടികളും അത് അതുപോലെ തന്നെ അഭിനയിക്കുന്നുണ്ട്. കാമുകൻ ചെയ്ത ക്രൈം പോലീസിൽ പോയി പറയുമെന്നും അവർ പറയുന്നു. പക്ഷെ ഒരു പെൺകുട്ടി മാത്രം വ്യത്യസ്തമായിട്ടാണ് സ്റ്റീഫനോട് ആൻസർ പറയുന്നത്. നിങ്ങൾ ഈ പറയുന്ന സ്ക്രിപ്റ്റിൽ ഞാൻ ഒട്ടും തൃപ്തിയല്ലെന്ന് ആ പെൺകുട്ടി പറയുന്നു. കാരണം ചെറുപ്പം മുതലേ ഒരുമിച്ച് കളിച്ചു വളർന്ന കാമുകനും കാമുകിയും. കാമുകൻ അവന്റെ അവസ്ഥ കാരണം ചെയ്തൊരു ക്രൈം. അതിന്റെ പേരിൽ ഒരിക്കലും കാമുകി അവനെ പോലീസിന് കാട്ടിക്കൊടുക്കില്ല. കാരണം ഞാനാണ് ആ കാമുകിയുടെ സ്ഥാനത്തെങ്കിൽ അവനെ ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് അവനെ പോലീസിന് പിടിച്ചു കൊടുക്കാൻ തോന്നില്ല. മറ്റെല്ലാവരിൽ നിന്ന് വ്യത്യസ്തമായി ആൻസർ പറയുന്ന അവളെ സ്റ്റീഫൻ ഒന്ന് ശ്രദ്ധിക്കുന്നു. അടുത്ത സീൻ എല്ലാവർക്കും അവൻ അഭിനയിക്കാൻ കൊടുക്കുന്നത് ഈ കാമുകൻ കാമുകിയെ കൊല്ലാൻ വരുമ്പോ കാമുകി നിലവിളിക്കുന്നതാണ്. റിയലിസ്റ്റിക് ആയിട്ട് അവർക്ക് തോന്നാൻ വേണ്ടിയിട്ട് ഒരു കത്തിയും എടുത്ത് അവൻ ആ പെൺകുട്ടികൾക്ക് നേരെ പോകുന്നു. പെൺകുട്ടികളെല്ലാം നിലവിളിക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ആ പെൺകുട്ടികളെ അവൻ അവിടെ വെച്ച് കൊല്ലുകയായിരുന്നു. മാനസിക പ്രശ്നങ്ങൾ നേരിടുന്ന ഒരാളായിരുന്നു സ്റ്റീഫൻ. 9 പെൺകുട്ടികളെ പലയിടങ്ങളിൽ നിന്നും കാണാതാവുകയും അവരുടെ എല്ലാം വീട്ടുകാര് കംപ്ലൈന്റ് കൊടുക്കുകയും ചെയ്തതോടുകൂടി പോലീസുകാർ പലയിടങ്ങളിലും അന്വേഷിച്ചിറങ്ങി. പലരെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിൽ നിന്നും കൊലയാളിയുടെ ഒരു രേഖാചിത്രം അവർ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അത് സ്റ്റീഫനോട് സാദൃശ്യമുള്ള മുഖം തന്നെയാണ്. പക്ഷേ സ്റ്റീഫൻ എവിടെയാണ് താമസിക്കുന്നതെന്ന് അവർക്കറിയില്ല. അവർ പലയിടങ്ങളിൽ ഈ രേഖാചിത്രവുമായിട്ട് അന്വേഷിച്ച് നടക്കുകയാണ്. അതേസമയം സ്റ്റീഫൻ ആകട്ടെ കുളിച്ച് റെഡിയായി പള്ളിയിലേക്ക് പോകുന്നു. അവിടെ വെച്ച് അവൻ ഏതോ ഒരു പെൺകുട്ടിയെ കാണുന്നുണ്ട്. ആ പെൺകുട്ടിയുടെ മുഖം നമ്മളെ ഇപ്പൊ കാണിക്കുന്നില്ല. അപ്പോഴേക്കും പോലീസുകാര് ഒരു കടയിൽ അന്വേഷിക്കുമ്പോൾ ആ കടക്കാരൻ പറയുന്നുണ്ട് ഈ പയ്യനെ ഞാൻ കണ്ടിട്ടുണ്ടെന്നും ഇവിടെ ഇടയ്ക്ക് വരാറുണ്ടെന്നും. അങ്ങനെ പലരോടും അന്വേഷിച്ച് അവന്റെ വീട് അവർ കണ്ടെത്തുന്നു. പോലീസുകാർ അവന്റെ വീട്ടിലേക്ക് എത്തുമ്പോഴാകട്ടെ സ്റ്റീഫൻ മറ്റൊരു പോലീസ് സ്റ്റേഷനിൽ പോയി സ്വയം കീഴടങ്ങുന്നു. ഞാൻ 9 പെൺകുട്ടികളെ കൊന്നു എന്ന് പറഞ്ഞിട്ട്. ശരിക്കും പോലീസുകാർക്ക് വിശ്വസിക്കാനേ സാധിച്ചില്ല. അവസാന രേഖാചിത്രവുമായിട്ട് സാമ്യമുള്ള ആളാണെന്ന് മനസ്സിലായതോടുകൂടി ഇത് സ്റ്റീഫൻ തന്നെയാണെന്ന് അവർ ഉറപ്പിച്ചു. 9 പെൺകുട്ടികളെ കൊന്ന അവൻ എന്തിനിപ്പോൾ വന്ന് കീഴടങ്ങിയെന്ന് ആർക്കും മനസ്സിലായില്ല. അവന്റെ വീട്ടിൽ നിന്നും കൊലപാതകം നടത്തിയതിനുള്ള തെളിവുകളെല്ലാം തന്നെ അവർക്ക് കിട്ടി. ഈ കേസിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് മൈക്കിൾ എന്ന് പറയുന്ന ഒരു പോലീസുകാരനെയാണ് നിയമിക്കുന്നത്. തെളിവെടുപ്പിന് സ്റ്റീഫനുമായിട്ട് അവർ വീട്ടിലെത്തുമ്പോൾ അവൻ ഓരോ പെൺകുട്ടികളെ എങ്ങനെ കൊന്നതെന്നൊക്കെ പറയുന്നുണ്ട്. നീ ബോഡിയൊക്കെ എവിടെയാണ് കൊണ്ടുപോയി കളഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നത് ഞാനത് എടുത്തുകൊണ്ടുപോയി കാട്ടിൽ കൊണ്ട് കളയുമെന്നാണ്. പിറ്റേന്ന് രാവിലെ അവിടെ ചെന്ന് നോക്കുമ്പോൾ ആ ബോഡി കാണത്തില്ല. അത് എവിടെ പോകുമെന്ന് എനിക്ക് അറിയത്തുമില്ല. അവൻ പറഞ്ഞ ആ കാടിന്റെ ഏരിയയിലെല്ലാം തന്നെ പോലീസുകാർ അവനെയും കൊണ്ടുപോയി പരിശോധിക്കുന്നു. അവർക്ക് ആ ഏരിയയിൽ നിന്ന് ഇവൻ കടത്തിക്കൊണ്ടുപോയി കൊന്നു എന്ന് പറഞ്ഞ പല പെൺകുട്ടികളുടെയും ഓർണമെന്റ്സ് ഒക്കെ കിട്ടുന്നുണ്ട്. കോടതിയിൽ വെച്ചിട്ട് ഞാൻ തന്നെയാണ് ഈ കുറ്റങ്ങളെല്ലാം ചെയ്തതെന്ന് അവൻ സമ്മതിക്കുകയും ചെയ്തു. ഇത്ര പെട്ടെന്ന് 9 കൊലപാതകം നടത്തിയ ഒരാള് ഇതെല്ലാം സമ്മതിക്കുന്നത് ജഡ്ജിക്ക് പോലും അതിശയമായിരുന്നു. പിന്നീട് ഇവൻ മൊഴിമാറ്റി പറയുമെന്ന് പേടിച്ചിട്ട് തൽക്കാലം ഒരു 15 ദിവസം ഈ കേസ് കൂടുതൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോടതി മൈക്കിളിന് അനുവദിച്ചു കൊടുക്കുന്നു. സീമ എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റിന്റെ സഹായത്തോടു കൂടിയാണ് സ്റ്റീഫനെ ഇവർ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. സ്റ്റീഫന്റെ കുട്ടിക്കാലമാണ് പിന്നീട് കാണിക്കുന്നത്. ചെറുപ്പത്തിൽ അവനൊരു കളിക്കൂട്ടുകാരി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവൻ ഒരിടത്ത് നിന്ന് ഒരു നായക്കുട്ടിയും കിട്ടുന്നു. ആ നായക്കുട്ടി അവൻ വീട്ടിലേക്ക് കൊണ്ടുവന്നു കഴിയുമ്പോൾ അവന്റെ അമ്മ അവനോട് പറയുന്നുണ്ട് നിന്റെ അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് വലിയ പ്രശ്നമാകുമെന്ന്. അവന്റെ അച്ഛൻ ഒരു അത്ലറ്റ് ആയിരുന്നു. എന്നാൽ അയാൾക്ക് എന്തൊക്കെയോ ശാരീരിക പ്രശ്നങ്ങൾ വന്ന കാരണം സ്പോർട്സുമായിട്ട് മുന്നോട്ട് പോകാൻ അയാൾക്ക് പറ്റിയില്ല. ഇപ്പോൾ ഒരിടത്ത് PT സാർ മാത്രമായിട്ട് ഒതുങ്ങിക്കൂടിയിരിക്കുകയാണ്. അതിലെ ഫ്രസ്ട്രേഷൻ കാരണം അയാൾ നന്നായി മദ്യപിക്കുമായിരുന്നു. വീട്ടിലെത്തി കഴിഞ്ഞാൽ സ്റ്റീഫനെയും അവന്റെ അമ്മയും ഒരുപാട് ഉപദ്രവിക്കും. അന്ന് രാത്രിയും പതിവ് പോലെ അയാൾ മദ്യപിച്ചിട്ടെത്തി ഇവരോട് വഴക്കുണ്ടാക്കിയാണ്. അതിനിടയ്ക്ക് ആ നായ്ക്കുട്ടി അയാൾ കാണുന്നു. ദേഷ്യത്തിൽ അയാൾ അതിനെ എറിഞ്ഞു കൊല്ലുകയും ചെയ്തു. അങ്ങനെ ചെറുപ്പത്തിലെ ഒരുപാട് ട്രോമ അനുഭവിക്കേണ്ടി വന്ന കുട്ടിയായിരുന്നു സ്റ്റീഫൻ. അടുത്ത ദിവസം സ്റ്റീഫനെ കാണാൻ വരുമ്പോൾ സീമയാകട്ടെ അവനെ കുറെ പിക്ചേഴ്സ് കാണിക്കുന്നുണ്ട്. ഈ പിക്ചേഴ്സ് കണ്ടിട്ട് നിനക്ക് എന്താ തോന്നിയെന്ന് ചോദിക്കുന്നു. നോർമൽ ആൾക്കാര് അത് കണ്ടിട്ട് പറയുന്ന പോലെ ആയിരുന്നില്ല സ്റ്റീഫൻ പറഞ്ഞിരുന്നത്. അവന്റെ ഒരു പിക്ചർ കണ്ടിട്ട് പറയുന്നത് ലോകം കീഴടക്കാൻ ഒരു രാക്ഷസം വരുന്ന പോലെയുണ്ട്, അവന്റെ തലയിലുള്ള കൊമ്പ് നിങ്ങൾ കാണുന്നില്ലെന്നും ചോദിക്കുന്നു. പിന്നീട് ഒരു പേപ്പർ കൊടുത്തിട്ട് അതിലുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതാനും പറയുന്നു. അവന്റെ മനസ്സിൽ എന്താണോ തോന്നുന്നത് അത് എഴുതണം. അതെല്ലാം കഴിഞ്ഞിട്ട് അവൻ വീണ്ടും അവന്റെ കുട്ടിക്കാലത്തെ പറ്റി പറയുന്നു. അവൻ കുറച്ചുകൂടി വളർന്നു കഴിഞ്ഞ സമയത്ത് അവന്റെ അച്ഛൻ ഒരു കേസിലകപ്പെട്ടു. ഒരു പെൺകുട്ടി ഡ്രസ്സ് മാറുന്നെടുത്ത് ക്യാമറ വെച്ച് ദൃശ്യങ്ങൾ പകർത്തി ഇന്റർനെറ്റിൽ പ്രചരിപ്പിച്ചു എന്നതായിരുന്നു അയാൾ ചെയ്ത കുറ്റം. ആ പെൺകുട്ടിയുടെ അച്ഛൻ ഒരു SA ആയിരുന്നു. അയാൾ സ്റ്റീഫന്റെ അച്ഛനെ അടിച്ച് അവശനാക്കി ഹോസ്പിറ്റലാക്കിയിരിക്കുകയാണ്. അയാൾക്ക് എഴുന്നേക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. 6 മാസം അയാൾ ഒരേ കിടപ്പ് കിടക്കണം. അതറിഞ്ഞുകൊണ്ട് അവിടേക്ക് വന്ന സ്റ്റീഫന്റെ അമ്മയാകട്ടെ അയാളെ കുറെ തല്ലുന്നു. അത്രയും കാലം അയാളുടെ തല്ലുകൊണ്ട് കഴിഞ്ഞവർക്ക് അയാൾ വീണ് കിടന്നപ്പോ പ്രതികാരം ചെയ്യാൻ ഒരു അവസരം കിട്ടിയ പോലെയായിരുന്നു. കൊച്ചു പെൺകുട്ടികളോട് ഇങ്ങനെ ചെയ്ത നിനക്കൊക്കെ ഇത് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് അയാളെ ഒരുപാട് ഉപദ്രവിച്ചു. ആ സംഭവത്തിന് ശേഷം സ്റ്റീഫന്റെ അച്ഛന് പിന്നീട് അവന്റെ അമ്മയെ എതിർത്തൊന്നും
ചെയ്യാൻ സാധിച്ചില്ല. ഇത്രയും കാലം അവർ അനുഭവിച്ചതിന് പകരം വീട്ട അവസരം കിട്ടിയതോടുകൂടി അയാൾക്ക് കുറച്ച് ഭേദമായ ശേഷം ആ വീട്ടിലെ എല്ലാ ജോലികളും അയാളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും അവർ ആ വീട്ടിലെ യജമാനത്തിയായി ജീവിക്കുകയും ചെയ്തു. പണ്ടവർ നിർത്തിയിരുന്ന ബേക്കിംഗ് ബിസിനസ് വീണ്ടും തുടർന്നു. പലയിടങ്ങളിൽ നിന്നും കേക്ക് ഉണ്ടാക്കാനുള്ള ഓർഡറുകളും വാങ്ങി. വീട്ടിലെ കാര്യങ്ങളെല്ലാം അവർ നോക്കാൻ തുടങ്ങിയതോടുകൂടി സ്റ്റീഫനെയും അവർ ഒരുപാട് ഉപദ്രവിക്കാൻ തുടങ്ങി. വീട്ടിലേക്ക് ആരെങ്കിലും വരികയാണെങ്കിൽ ആ സമയത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന തന്റെ ഹസ്ബൻഡിനെ പിടിച്ച് സോഫയിലിരുത്തുകയും അയാളുടെ നല്ലൊരു ഭാര്യയായിട്ട് വന്ന് ഗസ്റ്റുകളുടെ മുന്നിൽ അഭിനയിക്കുകയും ചെയ്യും. അന്നത്തെ സെക്ഷൻ കഴിഞ്ഞിട്ട് സീമ സ്റ്റീഫനെ പറ്റി എല്ലാം തന്നെ മൈക്കിളിനോട് പറയുന്നു. സ്റ്റീഫൻ എന്തൊക്കെയോ മറയ്ക്കുന്ന പോലെ സീമയ്ക്ക് തോന്നുന്നുണ്ടായിരുന്നു. സാധാരണ ആൾക്കാര് ഒരു പിക്ചർ കണ്ടിട്ട് പറയുന്ന പോലെയല്ല അവൻ പറഞ്ഞിരുന്നത്. അവൻ പറയുന്നത് മുഴുവൻ സത്യമാണോ നുണയാണോ എന്ന് കണ്ടുപിടിക്കാൻ പല ചോദ്യങ്ങളും അവനോട് ചോദിച്ചു. ഒരു ചോദ്യം തന്നെ തിരിച്ചും മറിച്ചുവിട്ട് വേറൊരു രീതിയിൽ ചോദിക്കുമ്പോൾ അവൻ അതിന് രണ്ടിനും രണ്ട് വ്യത്യസ്തമായ ഉത്തരങ്ങളാണ് തന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അവൻ പറയുന്നതിൽ എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട്. ടെസ്റ്റിന്റെ റിസൾട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ സ്റ്റീഫൻ ഇപ്പോഴും നല്ല വയലന്റ് ആയിട്ടുള്ള വ്യക്തിയാണ്. പക്ഷെ അവന്റെ ശരീരഭാഷയും സംസാരവും എല്ലാം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവൻ നോർമൽ ആയിട്ട് ഒരാളെ പോലെ ഉണ്ട്. സ്റ്റീഫൻ ഇപ്പോൾ അച്ഛനും അമ്മയില്ല. സ്റ്റീഫന്റെ അമ്മയെ കൊന്നിട്ട് സ്റ്റീഫന്റെ അച്ഛൻ ആത്മഹത്യ ചെയ്തു എന്നാണ് കേസ് വന്നിരുന്നത്. സത്യമാണെന്ന് അന്വേഷിക്കാൻ മൈക്കിൾ ഇറങ്ങി പുറപ്പെട്ടു. സ്റ്റീഫന്റെ അച്ഛനെയും അമ്മയും പറ്റി പലരോടും ചോദിക്കുമ്പോൾ പലരും പല അഭിപ്രായങ്ങളാണ് പറയുന്നത്. ഒരു വിഭാഗം ആൾക്കാർ പറഞ്ഞു സ്റ്റീഫന്റെ അമ്മ നല്ല സ്ത്രീയാണെന്ന്. മറ്റൊരു വിഭാഗം ആൾക്കാർ പറഞ്ഞു സ്റ്റീഫന്റെ അച്ഛനെ പുറത്തെങ്ങും കാണാറേയില്ല, അയാൾ എപ്പോഴും വീട്ടിൽ തന്നെയാണെന്ന്. സ്റ്റീഫനായിരുന്നു എപ്പോഴും കടയിലേക്കൊക്കെ വരുന്നതെന്ന്. ചില ആൾക്കാര് അവന്റെ അമ്മയെ പറ്റി മോശവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റീഫന്റെ കുട്ടിക്കാലത്ത് ഒരു കൂട്ടുകാരനെ കണ്ട് ചോദിക്കുമ്പോൾ ആ പയ്യൻ പറയുന്നുണ്ട് സ്റ്റീഫൻ എപ്പോഴും ആ പയ്യനോട് പറയുമായിരുന്നു അവന്റെ അമ്മയ്ക്ക് അവനോടും അച്ഛനോടും വലിയ സ്നേഹമൊന്നുമില്ല, അവന്റെ അമ്മ അവനെ ഒരുപാട് ഉപദ്രവിക്കുമെന്ന്. എന്നാൽ അതൊന്നും തന്നെ ഈ കൂട്ടുകാരൻ അന്ന് വിശ്വസിച്ചില്ല. കാരണം സ്റ്റീഫന്റെ അമ്മ ആ പയ്യന് അവന് ഇഷ്ടമുള്ള കേക്കുകളെല്ലാം ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു, അവനോട് വലിയ സ്നേഹമായിരുന്നു. പക്ഷെ ഒരു ദിവസം ഈ പയ്യൻ സ്റ്റീഫന്റെ അമ്മ അവനെ അടിക്കുന്നത് നേരിട്ട് കാണാൻ ഇടയാകുന്നു. അതോടുകൂടി സ്റ്റീഫൻ പറഞ്ഞത് അവൻ വിശ്വസിക്കാൻ തുടങ്ങി. ആ കാര്യങ്ങളെല്ലാം തന്നെ മൈക്കിളിനോടും ആ പയ്യൻ തുറന്നു പറയുന്നു. സ്റ്റീഫന്റെ അച്ഛൻ അവന്റെ അമ്മയെ കൊന്ന കേസ് അന്വേഷിച്ച ആ ഒരു പോലീസുകാരനെ കാണാൻ മൈക്കിൾ പോകുന്നു. അപ്പോഴവൻ ചില ഞെട്ടിക്കുന്ന സത്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അന്ന് സ്റ്റീഫന്റെ അമ്മയെ കൊന്ന ശേഷം സ്റ്റീഫന്റെ അച്ഛൻ തന്നെയാണ് പോലീസിൽ വിളിച്ചു പറഞ്ഞത് അയാൾ അയാളുടെ വൈഫിനെ കൊന്നുവെന്നും എന്നെ വന്ന് അറസ്റ്റ് ചെയ്യുമെന്നും. പക്ഷെ അവിടെ ചെന്നപ്പോഴേക്കും അയാളും മരിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു സൂയിസൈഡ് ആയിട്ടാണ് കേസിലെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തത്. പക്ഷെ അതൊരു സൂയിസൈഡ് ആയിരുന്നില്ല. സ്റ്റീഫന്റെ അച്ഛനെ കൊന്നത് സ്റ്റീഫൻ തന്നെയാണ്. അതവൻ എന്നോട് പറയുകയും ചെയ്തു. പക്ഷെ ആ പയ്യനെ ആ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ മനഃപൂർവ്വം അത് ആത്മഹത്യയാക്കി ചിത്രീകരിച്ചതാണ്. അതിന് കാരണം മറ്റൊന്നുമല്ല, അന്ന് സ്റ്റീഫന്റെ അച്ഛൻ ഒരു പെൺകുട്ടിയുടെ വീഡിയോ എടുത്ത് നെറ്റിൽ പ്രചരിപ്പിച്ചില്ലേ, അത് ഈ പോലീസ് ഓഫീസറിന്റെ മകളായിരുന്നു. തന്റെ മകളോട് അങ്ങനെ ചെയ്ത സ്റ്റീഫന്റെ അച്ഛനോട് ഓൾറെഡി അയാൾക്ക് പകയുണ്ട്. അങ്ങനെ ഒരാളെ സ്റ്റീഫൻ കൊന്നപ്പോ സ്വാഭാവികമായിട്ടും അത് നന്നായെന്ന് ഇയാൾക്കും തോന്നി. അതുകൊണ്ടാണ് അയാൾ ആ കേസിൽ നിന്നും സ്റ്റീഫനെ രക്ഷിച്ചത്. കാര്യങ്ങളെല്ലാം മൈക്കിള് സീമയോടും പറയുന്നു. അപ്പൊ സ്റ്റീഫന്റെ അച്ഛനെ കൊന്നത് അവൻ തന്നെയാണ്. ആ കാര്യങ്ങൾ നമുക്കറിയാമെന്ന് അവൻ അറിയില്ല. നമുക്ക് അതിനെപ്പറ്റി അവനോട് ചോദിച്ചു നോക്കാം. അവൻ സത്യമാണോ നുണയാണോ പറയുന്നതെന്ന് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ പിറ്റേന്നവർ സ്റ്റീഫനോട് ചോദിക്കുന്നുണ്ട് നിന്റെ അമ്മയും അച്ഛനും മരിച്ച രാത്രി എന്താണ് സംഭവിച്ചതെന്ന്. അതൊരു ന്യൂ ഇയറിന്റെ തലേദിവസമായിരുന്നു. രാത്രിയിൽ ഉടുക്കാൻ വേണ്ടിയിട്ടുള്ള സാരി തേച്ചു വെക്കണമെന്ന് പറഞ്ഞിട്ടാണ് സ്റ്റീഫന്റെ അമ്മ അവിടെ നിന്നും പോയത്. സ്റ്റീഫന്റെ അച്ഛന് ഒരുപാട് ജോലിയുള്ളത് കാരണം അയാൾക്കത് ചെയ്യാൻ സമയമില്ലായിരുന്നു. അത് കാരണം അയാൾ അത് സ്റ്റീഫനോട് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. കുറച്ച് മടിയോടുകൂടിയാണെങ്കിലും അവൻ ആ സാരി തേക്കാൻ ആരംഭിച്ചു. പക്ഷെ അതിനിടയ്ക്കാണ് പുറത്ത് അവനൊരു കൊറിയർ വന്നത്. അവൻ അയൺ ബോക്സ് അങ്ങനെ തന്നെ വെച്ചിട്ട് ആ കൊറിയർ വാങ്ങിക്കാൻ പോയി. ചെന്നൈയിൽ അവന് ജോലി കിട്ടിയെന്നുള്ള വാർത്തയായിരുന്നു അത്. ആ സന്തോഷത്തിൽ വന്ന് അവൻ അച്ഛനോട് അതിനെപ്പറ്റി പറയുകയും ചെയ്യുന്നു. പക്ഷെ ആ സമയത്താണ് അവൻ ഓർക്കുന്നത് അയൺ ബോക്സ് സാരിയുടെ മുകളിൽ തന്നെ വെച്ചിട്ടാണല്ലോ വന്നതെന്ന്. സാരി കരിഞ്ഞുപോയി. അവരുടെ അമ്മ വന്നു കഴിഞ്ഞാൽ സ്റ്റീഫനും അച്ഛനും ഒരുപാട് തല്ല് കിട്ടുമെന്ന് അവർക്കറിയാം. കാരണം രണ്ടുപേരും അവരുടെ അമ്മയെ പേടിച്ചിട്ടാണ് അവിടെ കഴിയുന്നത്. അമ്മ തിരിച്ചു വരുന്നതിന് മുമ്പ് ഇതുപോലൊരു സാരി വാങ്ങിക്കൊണ്ട് ഇവിടെ തന്നെ വെക്കാമെന്ന് സ്റ്റീഫൻ തീരുമാനിക്കുന്നു. അവന്റെ അച്ഛൻ കാലങ്ങളായി പുറത്തിറങ്ങിയിട്ട് എനിക്ക് ജോലി കിട്ടിയ സന്തോഷത്തിൽ ഇന്നെന്തായാലും ഞാൻ അച്ഛനെ കറങ്ങാനും കൊണ്ടുപോകാം, സാരി വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ നിർബന്ധിച്ച് അയാളെ വണ്ടിയിൽ കയറ്റി. പോകുന്ന വഴിക്ക് കരിഞ്ഞുപോയ ആ സാരിക്ക് പകരമായിട്ട് അതുപോലൊരു സാരി ഇവർ വാങ്ങിക്കുകയും ചെയ്തു. പുറത്തിറങ്ങിയുള്ള ആ കറക്കം സ്റ്റീഫന്റെ അച്ഛൻ എൻജോയ് ചെയ്യുകയായിരുന്നു. അവനോട് പറഞ്ഞിട്ട് അയാൾ കുറെ സിഗരറ്റ് ഒക്കെ വാങ്ങി വലിക്കുന്നുണ്ട്. എന്നാൽ അന്ന് രാത്രി വീട്ടിൽ തിരിച്ചെത്തിയ സ്റ്റീഫന്റെ അമ്മ ഇതെല്ലാം മനസ്സിലാക്കുന്നു. സ്റ്റീഫൻ നോക്കുമ്പോൾ തന്റെ അച്ഛനെ അമ്മ അടിക്കുന്നതാണ് കാണുന്നത്. തിരിച്ചെത്തിയ സമയത്ത് അവർ കാറ് പരിശോധിച്ചിട്ടുണ്ടായിരുന്നു. കാറിന്റെ വീല് തിരിഞ്ഞിരിക്കുന്നതിൽ നിന്നും കാർ ഇവിടെ നിന്നും ആരോ അനക്കിയിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. മാത്രമല്ല കാറിന്റെ ഉള്ളില് സിഗരറ്റിന്റെ സ്മെല്ലും ഉണ്ടായിരുന്നു. ഇവിടെ സിഗരറ്റ് വലിക്കുന്നത് അവരുടെ ഭർത്താവ് മാത്രമാണ്. സ്റ്റീഫനും അയാളും പുറത്തു പോയിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അതിന്റെ പേരിലാണ് അവർ ഭർത്താവിനെ തല്ലുന്നത്. സ്റ്റീഫനാകട്ടെ തന്റെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൻ അതുകൊണ്ട് അവിടേക്ക് വരുന്നു. അമ്മ അച്ഛനെ തല്ലുന്ന കണ്ടിട്ട് അകത്തേക്ക് കയറിയതും അവന്റെ അമ്മ അവനെയും തല്ലുന്നു. എന്ത് ധൈര്യം ഉണ്ടായിട്ടാണ് നീ ഇവിടേക്ക് വന്നതെന്ന് പറഞ്ഞിട്ട്. എന്നാൽ അവൻ സത്യങ്ങളൊക്കെ തുറന്നു പറയുന്നുണ്ട്. സാരി കരിഞ്ഞു പോയതുകൊണ്ട് പുതിയത് വാങ്ങിക്കാൻ പോയതാണെന്ന് പറഞ്ഞിട്ട്. സ്റ്റീഫനെ ഇനി വിശ്വസിക്കാൻ പറ്റില്ല എന്ന് അവന്റെ അമ്മയ്ക്ക് മനസ്സിലായതോടുകൂടി അവന്റെ അമ്മ അവനോട് പറയുന്നുണ്ട് നീ ഇനി ഇവിടെ വീട്ടിൽ വെറുതെ ഇരിക്കണ്ട, നാളെ മുതൽ എന്റെ കൂടെ ഷോപ്പിലേക്ക് വരാൻ. എന്നാൽ ആ സമയത്ത് അവന്റെ കയ്യിൽ നിന്നും താഴെ വീണ് കിടന്ന അവന്റെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഇവരുടെ കയ്യിൽ കിട്ടുന്നു. ചെന്നൈയിൽ അവന് ജോലി കിട്ടിയെന്നറിഞ്ഞതും അവർക്ക് ആകെ ദേഷ്യം വരുന്നു. നീ പോകാൻ തീരുമാനിച്ചെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണം, എനിക്ക് ജോലിക്ക് പോകണമെന്ന് അവൻ പറയുന്നുണ്ട്. എന്നാൽ അവർക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഇവിടെ നിന്ന് എങ്ങോട്ടും വിടില്ല എന്നാണ് അവർ പറയുന്നത്. അവർ ദേഷ്യത്തിൽ ആ അപ്പോയിന്റ്മെന്റ് ലെറ്റർ വലിച്ചു കീറി കളയുകയും ചെയ്തു. ഇത് കണ്ട്
കണ്ട് ദേഷ്യം വന്ന സ്റ്റീഫൻ ആകട്ടെ ഒരു കത്തി എടുത്തുകൊണ്ട് വന്ന് അവരെ കുത്തിക്കൊല്ലുന്നു. ഇത് കണ്ട് ആദ്യം അവന്റെ അച്ഛനൊന്ന് ഞെട്ടിയെങ്കിലും പിന്നീട് അയാൾ ഉറക്കെ ചിരിച്ചുകൊണ്ട് സന്തോഷിക്കുന്നു. എന്നെ ഇത്രയും കാലം ദ്രോഹിച്ച നിനക്ക് ഇത് തന്നെ വേണോന്ന് പറഞ്ഞിട്ട് നീ എന്റെ മകൻ തന്നെയാടാ, നീ ആദ്യമായിട്ട് നല്ലൊരു കാര്യം ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ തുള്ളിച്ചാടുകയായിരുന്നു. എന്നിട്ട് അയാൾ അവനോട് പറയുന്നുണ്ട്, ഇത്രയും നല്ലൊരു കാര്യം ചെയ്ത നീ ഇനി ജയിലിൽ പോകേണ്ട കാര്യമൊന്നുമില്ല, ഇത് ചെയ്തത് ഞാനാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ജയിലിൽ പോയിക്കൊള്ളാമെന്ന്, ഞാൻ തന്നെ പോലീസുകാരോട് വിളിച്ചു പറഞ്ഞോളാന്ന് പറഞ്ഞിട്ട് അയാളെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഞാൻ എന്റെ വൈഫിനെ കുത്തിക്കൊന്നു, എത്രയും പെട്ടെന്ന് ഇവിടേക്ക് വരണമെന്ന്. ഇതെല്ലാം സ്റ്റീഫൻ അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയായിരുന്നു. കുറെ നേരം അങ്ങനെ അച്ഛനെ തന്നെ നോക്കി നിന്ന അവന്റെ മനസ്സിൽ എന്തൊക്കെയോ സംഘർഷങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അവൻ ആ കത്തിയെടുത്ത് അയാളുടെയും കഴുത്തെറുത്ത് കൊല്ലുന്നു. തന്റെ അച്ഛനെ കൊന്നത് താനാണെന്നോ അല്ലെങ്കിൽ താനല്ലാന്നോ ഇവൻ പറയുമെന്നാണ് സീമ വിചാരിച്ചിരുന്നത്. പക്ഷെ അവൻ ഞെട്ടിക്കുന്ന ഒരു കാര്യം കൂടിയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്, അവന്റെ അമ്മയെ അച്ഛനെയും കൊന്നത് അവൻ തന്നെയാണെന്ന്. സീൻ അവിടെ കട്ടായിട്ട് പിന്നീട് കാണിക്കുന്നത് ചാക്കുകളിൽ കെട്ടിയിട്ടിരിക്കുന്ന മൃതദേഹങ്ങളും ആ ചാക്കിന്റെ പുറത്ത് മുഴുവൻ ചോരയുമാണ്. ഒരു വണ്ടി കാടിന്റെ സൈഡിലൂടെ പോകുന്നുണ്ട്. ഒരു കോഴി ഫാമും നമ്മളെ കാണിക്കുന്നു. സ്റ്റീഫനെ പറ്റിയുള്ള ന്യൂസ് ആ വണ്ടിയിലെ റേഡിയോയിലൂടെ കേൾക്കുന്നുണ്ട്. സീമയും മൈക്കിളും സ്റ്റീഫനെ പറ്റി കൂടുതൽ അന്വേഷിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നുണ്ട്, ചെന്നൈയിൽ അവൻ ജോലിക്ക് പോയ ശേഷം ഒരു പെൺകുട്ടിയുടെ കൂടെയാണ് അവന്റെ ഫ്ളാറ്റിൽ താമസിച്ചിരുന്നതെന്ന്. അവന്റെ പ്രായത്തിലുള്ള തന്നെ പെൺകുട്ടിയായിരുന്നു അത്. കൂടാതെ സ്റ്റീഫന്റെ അപ്പാർട്ട്മെന്റിൽ നിന്നും ചർച്ചിൽ ചില പ്രാർത്ഥനകളിൽ പങ്കെടുക്കുമ്പോൾ കിട്ടുന്ന ഒരുതരം റിസ്റ്റ് ബ്രാൻഡും കിട്ടിയിട്ടുണ്ടായിരുന്നു. അവൻ പോലീസിൽ കീഴടങ്ങുന്നതിന് മുമ്പ് ചർച്ചിൽ പോയിട്ടുള്ളതായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവൻ അവിടെ ആരെങ്കിലും കാണാൻ പോയതായിരിക്കും. അവന്റെ വീട്ടിൽ നിന്ന് കിട്ടിയ ബാൻഡിന്റെ മുകളിലുള്ള പള്ളിയുടെ പേര് തന്നെയായിരുന്നു അവൻ കീഴടങ്ങുന്നതിന് മുൻപ് പോയ പള്ളിയുടേതും. അങ്ങനെ അവർ ആ പള്ളിയിൽ പോയി അന്വേഷിക്കുമ്പോൾ അവിടുത്തെ അച്ഛൻ പറയുന്നുണ്ട്, വർഷത്തിലൊരിക്കൽ യുവതലമുറയ്ക്ക് വേണ്ടിയിട്ട് അവർ പ്രഭാഷണങ്ങളും പ്രാർത്ഥനകളും ഒക്കെ നടത്താറുണ്ട്. അതിൽ രജിസ്റ്റർ ചെയ്ത് പല ആൾക്കാരും പങ്കെടുക്കാറുമുണ്ട്. അങ്ങനെ പങ്കെടുക്കുന്നവരുടെ കയ്യിൽ കെട്ടിക്കൊടുക്കുന്ന ബാൻഡാണിത്. പുരുഷന്മാർക്ക് ഒരു കളറും സ്ത്രീകൾക്ക് മറ്റൊരു കളറുമാണ്. ഈ കളർ സ്ത്രീകളുടേതാണ്. അങ്ങനെയാണെങ്കിൽ അന്ന് ഈ പ്രാർത്ഥന കൂടാൻ വന്ന ഏതോ ഒരു സ്ത്രീയുമായിട്ട് സ്റ്റീഫന് ബന്ധമുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ ആ സ്ത്രീയുടെ കയ്യിലുണ്ടായിരുന്ന ഈ ബാൻഡ് സ്റ്റീഫന്റെ വീട്ടിൽ നിന്ന് കിട്ടിയത്. ചിലപ്പോൾ അത് ചെന്നൈയിൽ അവന്റെ കൂടെ അപ്പാർട്ട്മെന്റിൽ താമസിച്ചിരുന്ന സ്ത്രീയുമാകാം. സ്റ്റീഫനുമായിട്ടുള്ള അടുത്ത സെക്ഷനിൽ സീമ അവനോട് ചോദിക്കുന്നുണ്ട്, ഇത്രയും കൊലപാതകങ്ങൾ നീ ഓപ്പൺ ആയിട്ട് ചെയ്തിട്ടും ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ലേ എന്ന്. പോലീസുകാരുടെ ശ്രദ്ധയിൽ ഇത് പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഞാൻ 3-4 കൊലപാതകങ്ങൾ ചെയ്തു കഴിഞ്ഞിരുന്നു എന്നാണ് അവൻ പറയുന്നത്. പലതവണയും ഞാൻ എന്റെ കാറിൽ മൃതദേഹങ്ങളുമായിട്ട് പോലീസുകാരുടെ മുന്നിലൂടെ പോയിട്ടുണ്ട്. പക്ഷെ അവർക്ക് ആർക്കും എന്നെ ഒരു സംശയം തോന്നില്ല. കാരണം എന്റെ മുഖം അത്ര നിഷ്കളങ്കമായിരുന്നല്ലോ. ചെന്നൈയിൽ അവൻ ഒറ്റയ്ക്കായിരുന്നു താമസിച്ചിരുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ ഒറ്റയ്ക്കായിരുന്നു എന്ന് പറയുന്നു. അവിടെ നിന്ന് എന്തിനാ ഇങ്ങോട്ട് വന്നെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നത്, അവിടെ ഞാനൊരു വേശ്യസ്ത്രീയെ കൊല്ലാൻ ശ്രമിച്ചിരുന്നു, അത് സക്സസ് ആയില്ല, അതിനുശേഷമാണ് താൻ നാട്ടിലേക്ക് തിരിച്ചെത്തിയതെന്ന്. വീണ്ടും ചെന്നൈയെ പറ്റി അവനോട് ചോദിക്കാൻ തുടങ്ങിയതോടുകൂടി ഇന്നത്തെ സെക്ഷൻ ഇത്രയും മതി എന്ന് പറഞ്ഞിട്ട് അവൻ എഴുന്നേറ്റ് പോയി. ആദ്യമായിട്ടായിരുന്നു അവനായിട്ട് സെക്ഷൻ അവസാനിപ്പിച്ചിട്ട് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ചെന്നൈയിൽ എന്തൊക്കെയോ നടന്നിട്ടുണ്ടെന്ന് സീമയ്ക്ക് മനസ്സിലാകാൻ തുടങ്ങി. ഇവിടെ മൈക്കിള് ആ പ്രാർത്ഥനയ്ക്ക് വന്ന പെൺകുട്ടികളുടെ ലിസ്റ്റ് എല്ലാം തന്നെ ശേഖരിക്കുന്നു. അതിൽ ഏകദേശം സ്റ്റീഫന്റെ പ്രായമുള്ള 72 പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. അവരെ എല്ലാം തന്നെ വീണ്ടും ഒരു തവണ കൂടി ഇവിടെ ഒരു പ്രാർത്ഥനയുണ്ടെന്നും അതിൽ പങ്കെടുത്തേ മതിയാകൂ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. കുറെ ആൾക്കാർ ഇവിടേക്ക് എത്തി. കുറച്ച് ആൾക്കാർ മാത്രം വന്നില്ല. അവരെയെല്ലാം തേടിപ്പിടിച്ച് ഇവർ പോയി കാണുകയും ചെയ്യുന്നു. എന്നാൽ അവർക്ക് ആർക്കും സ്റ്റീഫനുമായിട്ട് ബന്ധമുള്ളതായിട്ട് ഇവർക്ക് തോന്നിയില്ല. ഇവിടെ വന്ന പെൺകുട്ടികളുടെ ലിസ്റ്റ് മൈക്കിളിന്റെ കയ്യിലും ഉണ്ടായിരുന്നു, അവിടെ ഉണ്ടായിരുന്ന സിസ്റ്ററിന്റെ കയ്യിലും ഉണ്ടായിരുന്നു. വന്ന പെൺകുട്ടികളുടെ പേരിന് നേരെയെല്ലാം തന്നെ അവർ ടിക്കിടുന്നുണ്ട്. എന്നാൽ മൈക്കിളിന്റെ ലിസ്റ്റിൽ ടിക്കിടാത്ത ഒരു പെൺകുട്ടിയുടെ പേരുണ്ടായിരുന്നു. മേരി ജോൺ എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. പക്ഷേ സിസ്റ്ററിന്റെ ലിസ്റ്റിൽ ആ പെൺകുട്ടിയുടെ പേര് ടിക്ക് ചെയ്തിട്ടുണ്ട്. ഈ പെൺകുട്ടിയെ ഞാൻ കണ്ടില്ലല്ലോ എന്ന് മൈക്കിൾ ചോദിക്കുമ്പോൾ ആ സിസ്റ്റർ പറയുന്നുണ്ട്, ആ പെൺകുട്ടി അന്ന് എന്റെ കൂടെ ഇരുന്നതാണ്. ലിസ്റ്റുകളെല്ലാം ചെക്ക് ചെയ്യുമ്പോൾ അവൾ എന്റെ കൂടെ ഉണ്ടായിരുന്നു. പ്രാർത്ഥനയ്ക്ക് വേണ്ടി അവൾ പള്ളിക്കുള്ളിലല്ല ഇരുന്നിരുന്നത്. കാരണം അവൾ പുറത്തുനിന്ന് വന്ന ആളൊന്നുമല്ല. കുറെ നാളായിട്ട് അവൾ ഇവിടെ തന്നെയുണ്ട്. സിസ്റ്റർ ഒന്നുമല്ല, പക്ഷെ ഒരു വിശ്വാസിയായി മാറിയത് കാരണം 2 മാസമായിട്ട് അവൾ ഈ പള്ളി പരിസരത്ത് തന്നെയാണ് താമസിക്കുന്നത്. അപ്പോഴാണ് പെട്ടെന്ന് മൈക്കിളിന്റെ മനസ്സിലേക്ക് സിസ്റ്ററിന്റെ കൂടെ ഇരുന്ന പെൺകുട്ടിയുടെ മുഖം ഓർമ്മ വരുന്നത്. ആ പെൺകുട്ടി അവിടെ തന്നെ ഉള്ളത് കാരണം മൈക്കിൾ അവളെ പോയി കാണുകയും അവളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു. ആ പെൺകുട്ടി മറ്റാരുമായിരുന്നില്ല. സ്റ്റീഫൻ തുടക്കത്തിൽ ഓഡീഷൻ നടത്തിയ സമയത്ത് ഒരു പെൺകുട്ടി മാത്രം വ്യത്യസ്തമായിട്ട് അവന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അമുഖൻ ചെയ്ത ക്രൈം പോലീസിന് കാട്ടിക്കൊടുക്കുമോ ഇല്ലയോ എന്ന് ചോദിക്കുമ്പോൾ അവൾ പറഞ്ഞത് ചെറുപ്പം മുതൽ തന്റെ കൂടെ കളിച്ചു വളർന്ന തന്റെ കാമുകൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു ക്രൈം ചെയ്തു എന്ന് കരുതിയിട്ട് അവരോടുള്ള സ്നേഹമെല്ലാം പെട്ടെന്ന് മറന്നിട്ട് പോലീസിനെ വിളിക്കാൻ തന്നെ കൊണ്ടാവില്ല എന്നാണ് ആ പെൺകുട്ടി അന്ന് പറഞ്ഞത്. ആ പെൺകുട്ടി മാത്രം അങ്ങനെ ഒരു ഉത്തരം പറഞ്ഞതുകൊണ്ടാണ് സ്റ്റീഫൻ അവളെ മാത്രം വെറുതെ വിട്ടത്. മേരി ഈ കാര്യങ്ങളെല്ലാം തന്നെ മൈക്കിളിനോട് സീമയോടും പറയുന്നു. മാത്രമല്ല സ്റ്റീഫൻ ആ പെൺകുട്ടിയുടെ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. 9 പെൺകുട്ടികളെ കൊന്നുവെന്നും 10ാമത്തെ പെൺകുട്ടി നീയായിരുന്നുവെന്നും പക്ഷെ എനിക്ക് നിന്നെ കൊല്ലാൻ തോന്നുന്നില്ല എന്നും. അവൻ തന്നെയാണ് അന്ന് രാത്രി ആ പെൺകുട്ടിയെ അവളുടെ വീട്ടിൽ കൊണ്ടുവിട്ടത്. കാറിൽ നിന്ന് അവൾ ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് അവൻ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, നിന്റെ വാക്കുകളൊക്കെ കേട്ടുകൊണ്ട് എനിക്കിനിയും കൊല ചെയ്യാൻ തോന്നുന്നില്ല, ഞാൻ പോലീസിൽ പോയി കീഴടങ്ങാൻ പോവുകയാണെന്ന്. നാളെ വൈകുന്നേരം ഞാൻ പോലീസിൽ കീഴടങ്ങും. അതിനു മുൻപ് എനിക്ക് നിന്നെ ഒരു തവണ കൂടി കാണണം. പള്ളിയിൽ വെച്ച് കാണാമെന്ന് അവൾ സമ്മതിക്കുന്നു. എന്നിട്ട് അവൻ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, വൈകുന്നേരം ഞാൻ കീഴടങ്ങിയ ന്യൂസ് കേട്ടില്ലെങ്കിൽ നീ ഈ സ്ഥലത്ത് നിന്നും താമസം മാറണം, അല്ലെങ്കിൽ അവൻ വീണ്ടും അവളെ അന്വേഷിച്ചു വരുമെന്ന് അവന്റെ മനസ്സിന് തന്നെ അറിയാമായിരുന്നു. അങ്ങനെ ഇവർ പറഞ്ഞ പ്രകാരം പള്ളിയിൽ ആ പ്രാർത്ഥനയുടെ അന്ന് ഇവർ കാണുന്നുണ്ട്. എന്നാൽ അവനാകട്ടെ അവളോടൊന്നും തന്നെ മിണ്ടിയില്ല. അവനായിട്ട് പോലീസിലെല്ലാം പറയാൻ തീരുമാനിച്ചത് കൊണ്ട് തന്നെ അവളായിട്ട് പോലീസുകാരെ ഒന്നും അറിയിച്ചതുമില്ല. കാരണം അത് അവൾക്കും ഒരുപാട്
ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് ഓൾറെഡി സ്റ്റീഫൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവനെ പോലൊരു കൊലയാളിയുടെ കയ്യിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട് വന്നതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടി പിന്നീടൊരു വിശ്വാസിയായി മാറി. അതുകൊണ്ടാണ് അവളിപ്പോൾ അവളുടെ സിനിമാ മോഹം എല്ലാം തന്നെ ഉപേക്ഷിച്ച് പള്ളിയിലെ കാര്യങ്ങളൊക്കെ നോക്കി അവിടെ തന്നെ കൂടിയത്. ഏരിയ അവർ അവിടെ നിന്നും പറഞ്ഞുവിടുന്നതിന് മുമ്പ് അവൾക്ക് അഭിനയിക്കാൻ സ്റ്റീഫൻ കൊടുത്ത ആ രംഗത്തെ പറ്റി ചോദിക്കുന്നു. അതൊരു പ്രേമരംഗമാണെന്ന് സ്റ്റീഫൻ പറഞ്ഞെന്ന് ആ പെൺകുട്ടി പറയുന്നു. കൃതിക എന്നായിരുന്നു അതിനകത്ത് കാമുകിയുടെ പേര്. കാമുകൻ തന്റെ അച്ഛനെയും അമ്മയും കൊന്നെന്ന് കാമുകി അറിഞ്ഞു കഴിയുമ്പോൾ അവനെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നോ അതോ പോലീസിൽ പറയാൻ പോകുന്നോ എന്നുള്ളതൊക്കെയായിരുന്നു ആ രംഗം. അത് സ്റ്റീഫന്റെ തന്നെ ലൈഫാണെന്ന് സീമയ്ക്കും മൈക്കിളിനും മനസ്സിലായി. അതുകൊണ്ട് കൃതികയെ പറ്റി സ്റ്റീഫനോട് തന്നെ അവർ നേരിട്ട് ചോദിക്കുന്നു. ഇനിയാണ് ചെന്നൈയിൽ നടന്ന കാര്യങ്ങൾ നമ്മളെ കാണിക്കുന്നത്. സ്റ്റീഫന്റെ ചെറുപ്പത്തിലെ കളിക്കൂട്ടുകാരിയായിരുന്നു കൃതിക. വളർന്നു വലുതായി കഴിഞ്ഞിട്ടും അവരുടെ മനസ്സിൽ ആ ഇഷ്ടം അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. സ്റ്റീഫൻ ചെന്നൈയിലേക്ക് പോയതോടുകൂടി അവർ അവിടെ വെച്ച് വിവാഹം കഴിച്ച് ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ വളരെ ഹാപ്പി ആയിട്ടാണ് അവർ പോയിക്കൊണ്ടിരുന്നത്. പുതിയ ഫ്ളാറ്റിൽ സാധനങ്ങളൊക്കെ വെക്കുന്നതിനിടയിൽ തന്റെ അച്ഛന്റെ അമ്മയുടെ ഫോട്ടോ അവൻ ചുവരിൽ തൂക്കുന്നുണ്ട്. അച്ഛന്റെ ഫോട്ടോ കുറച്ച് താഴ്ത്തായിട്ടാണ് തൂക്കിയത്. ആ സമയത്ത് അവന്റെ അച്ഛൻ ഫോട്ടോയിലൂടെ അവനോട് സംസാരിക്കുന്നതായിട്ട് അവന് തോന്നുന്നു. അമ്മയുടെ ഫോട്ടോയുടെ നേരെ തന്നെ എന്റെ ഫോട്ടോയും തൂക്കണമെന്ന് പറഞ്ഞിട്ട് അവന്റെ അമ്മയാകട്ടെ ഫോട്ടോയിലിരുന്നു കൊണ്ട് നീ അങ്ങനെ ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട് അവനോട് സംസാരിക്കുന്ന പോലെ തോന്നി. ഫോട്ടോയിലിരുന്നു കൊണ്ട് അച്ഛനും അമ്മയും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുന്നതൊക്കെ അവന് കേൾക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം അവന്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളാണ്. പതിയെ പതിയെ അവന് ചെറിയ രീതിയിൽ ഭ്രാന്ത് വരാൻ തുടങ്ങി. അച്ഛനെയും അമ്മയും അവൻ തന്നെയാണ് കൊന്നതെന്നുള്ള സത്യം അവന്റെ മനസ്സിൽ കിടക്കുന്നത് കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നതെന്ന് അവന് മനസ്സിലായി. അത് കാരണം ഒരു ദിവസം രാത്രി അവൻ കൃതികയോട് ഇതെല്ലാം തുറന്നു പറയുന്നു. അവൾ ഇത് കേട്ട് ഞെട്ടിത്തിരിച്ചിരിക്കുകയായിരുന്നു. അവൻ ആദ്യം കബളിപ്പിക്കാൻ വേണ്ടി വെറുതെ പറയുന്നതാണെന്നാണ് അവൾ വിചാരിക്കുന്നത്. എന്നാൽ എല്ലാം സത്യമാണെന്ന് അറിഞ്ഞതോടുകൂടി അവൾ ആകെ തകർന്നുപോയി. അവൾക്ക് പേടിയും തോന്നാൻ തുടങ്ങി. നീ ഇത് പോലീസിൽ പറയുമോ എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് താൻ പോലീസിൽ പറയില്ല എന്ന്. പക്ഷെ സ്റ്റീഫന് അത് വിശ്വാസം തോന്നിയില്ല. ഇങ്ങനൊരു കാര്യം താൻ പറയുമ്പോൾ അവൾ അത് പോലീസിൽ പറയുമെന്നാണ് അവൻ വിചാരിച്ചത്. താൻ ഒരിക്കലും പറയില്ല, അതെല്ലാം കഴിഞ്ഞ കാര്യങ്ങളല്ലേ, എനിക്ക് നീയില്ലാതെ വേറെ ആരുമില്ല, അതുകൊണ്ട് നമുക്ക് മുന്നോട്ട് ഇതെല്ലാം മറന്നിട്ട് നല്ല രീതിയിൽ ജീവിക്കണമെന്നാണ് അവള് പറയുന്നത്. പക്ഷെ സ്റ്റീഫന്റെ മനസ്സിൽ നിന്നും ആ ഡൗട്ട് പോയതേയില്ല. അത് കാരണം അവനാകട്ടെ അവളോട് പറയുന്നുണ്ട് ഒരാഴ്ച ലീവ് എടുക്കാൻ. ഒരാഴ്ച ലീവ് എടുത്ത് അവന്റെ കൂടെ അവൾ വീട്ടിൽ തന്നെ ഇരുന്നു. അവളെ പുറത്തേക്കെങ്ങും അവൻ വിട്ടതുമില്ല. എങ്ങാനും പോയി കഴിഞ്ഞാൽ അവൾ പോലീസിൽ പോയി പറയുമോ എന്നായിരുന്നു അവന്റെ പേടി. പിന്നീട് അവൾ ഓഫീസിലേക്ക് പോകാൻ തുടങ്ങിയതോടുകൂടി അവൻ പേടിച്ചിട്ട് അവളെ ഫോളോ ചെയ്യാൻ തുടങ്ങി. പക്ഷെ അവളാകട്ടെ പോലീസ് സ്റ്റേഷനിലൊന്നും പോകാതെ നേരെ ഓഫീസിൽ പോവുകയും തിരിച്ച് കറക്റ്റായിട്ട് വീട്ടിൽ വരികയും ചെയ്തുകൊണ്ടിരുന്നു. സ്റ്റീഫന്റെ ഡൗട്ട് എന്നിട്ടും തീർന്നില്ല. എല്ലാ ദിവസവും അവളെ ഫോളോ ചെയ്യുന്നത് അവൻ പതിവാക്കി. രാത്രിയിലെല്ലാം തന്നെ അവൻ ഉറക്കമില്ലാതെ റൂമിന് പുറത്തിരിക്കുകയായിരുന്നു. ഇവളെങ്ങാനും പോലീസിനെ വിളിക്കുമോ എന്ന് പേടിച്ചിട്ട്. അവൻ തന്നെ ഇങ്ങനെ ഫോളോ ചെയ്യുന്നതും തന്നെ സംശയിക്കുന്നതും കൃതിക മനസ്സിലാക്കി. അവൻ എന്തൊക്കെയോ മാനസിക പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിയതോടുകൂടി അവളാകട്ടെ അവനോട് പറയുന്നുണ്ട് ഞാൻ എത്ര ശ്രമിച്ചിട്ടും എനിക്കിതൊന്നും കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് നമുക്കൊരു ഡോക്ടറെ പോയി കാണാമെന്ന്. സ്റ്റീഫന് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നാലും അവൾ നിർബന്ധിച്ച് ഒരു സൈക്കാട്രിസ്റ്റിന്റെ അടുത്തേക്ക് അവനെ കൊണ്ടുപോകുന്നു. എന്നാൽ അവിടെ എത്തിക്കഴിയുമ്പോഴും ഡോക്ടറെ കാണുന്നതിന് മുമ്പ് അവൻ പറയുന്നുണ്ട് ഞാൻ നോർമൽ അല്ലാന്ന് നിനക്ക് തോന്നുന്നുണ്ടോ, എനിക്ക് എന്തെങ്കിലും വട്ടുള്ളതായിട്ട് നിനക്ക് തോന്നുന്നുണ്ടോ, അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെയൊന്നുമില്ല, ഞാൻ ഓക്കെയാണ്, നമുക്ക് ഇവിടെ നിന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് അവൻ ആകെ ബഹളം വെക്കുകയാണ്. എന്നാൽ അവൾ അവനോട് പറയുന്നുണ്ട് നിന്റെ അച്ഛനെയും അമ്മയും കൊന്ന കാര്യങ്ങളെല്ലാം നിന്റെ മനസ്സിൽ കിടക്കുകയാണ്, നിനക്ക് അതിൽ ഒരുപാട് പശ്ചാത്താപമുണ്ട്, അത് നിന്റെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ വേദനിച്ചുകൊണ്ടിരിക്കുന്ന കാരണമാണ് നിനക്ക് അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റാത്തത്. ഒരു സൈക്കാട്രിസ്റ്റിനെ കണ്ട് ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ അതെല്ലാം മറന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് ജീവിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിനും അത് പ്രശ്നമാണ്. എന്നാൽ അവൻ അതൊന്നും കേട്ടില്ല. അവൻ അവിടെ നിന്നും ട്രീറ്റ്മെന്റ് എടുക്കാതെ പോവുകയാണ്. പോകുന്നതിന് മുമ്പ് അവൻ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് നിനക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ നീ പോയി പോലീസിൽ പറഞ്ഞുകൊള്ളാൻ, എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം എന്റെ കൂടെ വന്നാൽ മതി. എന്നാൽ അവൾ അപ്പോഴും പോലീസിൽ പറയാതെ അവന്റെ അടുത്തേക്ക് തന്നെയാണ് പോകുന്നത്. എന്നാലും അവളുടെ മനസ്സിൽ ആകെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം രാത്രിയാകട്ടെ അവൾ അവനോട് പറയുന്നുണ്ട് എനിക്കൊരു സുഖം തോന്നുന്നില്ല, ഞാൻ കുറച്ചു ദിവസം എന്റെ അമ്മൂമ്മയുടെ അടുത്ത് പോയി നിന്നോട്ടെ എന്ന്. ചെറുപ്പത്തിൽ തന്നെ അവളുടെ അച്ഛനും അമ്മയും മരിച്ചു പോയതാണ്. അവളെ വളർത്തിയത് അമ്മൂമ്മയായിരുന്നു. എന്നാൽ പെട്ടെന്ന് അവൾ അമ്മൂമ്മയുടെ അടുത്തേക്ക് പോകണമെന്ന് പറഞ്ഞതോടുകൂടി സ്റ്റീഫന്റെ മാനസിക നില വീണ്ടും തകരാറിലായി. അവൻ പറയുന്നുണ്ട് നീ അമ്മൂമ്മയുടെ അടുത്ത് പോയിട്ട് പോലീസിനെ വിളിക്കാനല്ലേ എന്ന്, നീ എന്നെ ചതിക്കാനല്ലേ പോകുന്നത്, അങ്ങനെയൊന്നുമല്ല, ഞാൻ പോലീസിനെ വിളിക്കില്ല, ഞാൻ ആരോട് പറയില്ല എന്നൊക്കെ അവൾ പറഞ്ഞെങ്കിലും സ്റ്റീഫന് വിശ്വാസമില്ലായിരുന്നു. നീ ഇത്രയ്ക്ക് നല്ലതായിട്ട് എന്തിനാ അഭിനയിക്കുന്നത്, നിന്റെ മനസ്സിൽ എന്തായാലും പോലീസിനെ വിളിക്കണമെന്നും എന്നെ കാട്ടിക്കൊടുക്കണമെന്നും തന്നെയാണ്, അല്ലാതെ എന്നെപ്പോലൊരു കൊലയാളിയോട് കൂടെ ജീവിക്കണമെന്ന് നീ ഒരിക്കലും ആഗ്രഹിക്കത്തില്ല. നീ ആ സത്യം അങ്ങ് തുറന്ന് സമ്മതിക്ക്, എന്തിനാ വെറുതെ എന്റെ മുന്നിൽ നാടകം കളിക്കുന്നത്, ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല എന്ന് അവൾ ആവർത്തിച്ചു പറഞ്ഞിട്ടും അവൻ കേൾക്കുന്നില്ല. നിന്നെ ഞാൻ ഇവിടെ നിന്നും വിടണമെങ്കിൽ നീ നിന്റെ മനസ്സിലുള്ള സത്യം അങ്ങ് സമ്മതിക്കുന്നതാ നല്ലത്. നീ പോലീസിൽ പറയാൻ തന്നെയാ പോകുന്നതെന്ന് നീ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ നിന്നെ ഇവിടെ നിന്നും വിടാം. അവസാനം ഗതി കെട്ടിട്ട് അവൾ പറയുന്നുണ്ട് ശരി ഞാൻ സമ്മതിക്കുന്നു, ഞാൻ പോലീസിൽ പറയാൻ തന്നെയാ പോകുന്നത്, എനിക്ക് നിന്റെ കൂടെ ജീവിക്കാൻ ഒരു താല്പര്യമില്ല. അത് കേട്ട ഉടനെ അവൻ പറയുന്നുണ്ട് ഇപ്പൊ കണ്ടോ നീ സത്യം തുറന്നു പറഞ്ഞത്, അപ്പൊ ഞാൻ പറഞ്ഞത് തന്നെയല്ലേ ശരി. കയ്യിലൊരു കത്തിയുമായിട്ടായിരുന്നു അവൻ അവളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നത്. ഇവളിത് പറഞ്ഞു തീർന്നതും പുറത്തൊരു പോലീസ് വാഹനത്തിന്റെ സൈറൻ കേൾക്കുന്നുണ്ട്. ഇവൾ ഓൾറെഡി പോലീസിനെ വിളിച്ചിട്ടാണോ ഈ റൂമിന് പുറത്തിറങ്ങി നിൽക്കുന്നതെന്ന് പേടിച്ചിട്ട് സ്റ്റീഫൻ ആകട്ടെ അവളോട് പറയുന്നുണ്ട് നീ ഓൾറെഡി അപ്പൊ പോലീസിനെ വിളിച്ചല്ലേ, എന്നെ നീ ചതിച്ചല്ലേ. അതും പറഞ്ഞുകൊണ്ട് കയ്യിലിരുന്ന കത്തിയെടുത്ത് അവൻ അവളുടെ വയറ്റിലേക്ക് കുത്തുന്നു. അവളെ കുത്തിക്കൊന്ന ശേഷമാണ് അവന് മനസ്സിലാകുന്നത് ആ സൈറൻ മറ്റെങ്ങോട്ടോ പോയൊരു വണ്ടിയുടേതായിരുന്നുവെന്ന്. പോലീസുകാർ ഇങ്ങോട്ടേക്ക് വന്നതല്ല. താൻ അവളെ അവിശ്വസിക്കുകയും ചെയ്തു, അവളെ അറിയാതെ കൊല്ലുകയും ചെയ്തു. അതൊക്കെ കാരണം അവൻ ആകെ തകർന്നുപോയി. പോലീസ് പിടിക്കാതിരിക്കാൻ അവളുടെ മൃതദേഹവും അവൻ എവിടെയോ ഡംപ് ചെയ്തു. പിന്നീട് അങ്ങോട്ട് കൃതികയെ പോലൊരു പെൺകുട്ടിയെ
തേടിയായിരുന്നു അവൻ നടന്നിരുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ആ പെൺകുട്ടികളുടെ ഓഡീഷൻ എടുത്തത്. പക്ഷെ ആ 9 പെൺകുട്ടികളിലും കൃതികയെ പോലൊരു പെൺകുട്ടിയെ അവന് കണ്ടെത്താൻ സാധിച്ചില്ല. 10ാമതായിട്ട് വന്ന മേരിയാണ് അവന് കൃതികയെ പോലെ തോന്നിയത്. കാരണം അവള് ആ സ്ക്രിപ്റ്റ് കേട്ട് പറയുന്നുണ്ടായിരുന്നു, എന്റെ കാമുകൻ അങ്ങനെയൊരു തെറ്റ് ചെയ്തിരുന്നുവെങ്കിലും കുട്ടിക്കാലം മുതലേ അവനെ സ്നേഹിക്കുന്ന ഞാൻ ഒരിക്കലും അവനെ പോലീസിന് കാട്ടിക്കൊടുക്കില്ല എന്ന്. അവളുടെ മനസ്സും കൃതികയുടെ മനസ്സ് പോലെയാണെന്ന് മനസ്സിലായതോടുകൂടിയാണ് അവളെ വെറുതെ വിട്ടിട്ട് സ്വയം കീഴടങ്ങാൻ അവൻ തീരുമാനിച്ചത്. അങ്ങനെ കേസിനെല്ലാം തന്നെ ഒരു ക്ലാരിറ്റി കിട്ടി. അവന് മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ അവൻ കുറച്ച് നോർമൽ ആണെങ്കിലും അവൻ കൊലപാതകങ്ങൾ ചെയ്ത സമയത്ത് അവന് മാനസിക പ്രശ്നങ്ങളുണ്ടെന്ന് കോടതിയിൽ ബോധിപ്പിച്ചതോടുകൂടി അവന് ഇരട്ട ജീവപര്യന്തമാണ് ശിക്ഷ ലഭിക്കുന്നത്. അവന്റെ കൗൺസിലിംഗ് കുറച്ചു നാളത്തേക്ക് കൂടി തുടരാനും അവർ തീരുമാനിച്ചു. അവൻ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് മരിച്ചുപോയ പെൺകുട്ടികളുടെ വീട്ടുകാർ അവനെ ആക്രമിക്കാൻ കാത്തിരിക്കുകയായിരുന്നു. പോലീസുകാർ ഒരു വിധത്തിലാണ് അവനെ വണ്ടിയിലേക്ക് കയറ്റി കൊണ്ടുപോകുന്നത്. എന്നാൽ ആ പോകുന്ന വഴിയിലാണ് ഈ മൂവിയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് നമ്മളെ കാണിക്കുന്നത്. ആ വണ്ടിയിൽ ആ പെൺകുട്ടികളുടെ ആത്മാവും തന്റെ മരിച്ചുപോയ അച്ഛന്റെ അമ്മയുടെയും കൃതികയുടെയൊക്കെ ആത്മാവും ഇരിക്കുന്നതായിട്ട് സ്റ്റീഫന് തോന്നുന്നു. അവന്റെ അച്ഛനും അമ്മയും അവനോട് പറയുന്നുണ്ട്, ഇനിയെങ്കിലും നീ സത്യം തുറന്നു പറയാൻ. അപ്പോഴാണ് സ്റ്റീഫന്റെ ലൈഫിൽ സംഭവിച്ച യഥാർത്ഥ കാര്യങ്ങൾ നമ്മളെ കാണിക്കുന്നത്. സ്റ്റീഫന്റെ അച്ഛന് ഒരു വലിയ അത്ലറ്റ് ആകാൻ പറ്റിയില്ലെങ്കിലും അയാൾക്ക് സ്റ്റീഫനോട് വളരെയധികം സ്നേഹമായിരുന്നു. അവന്റെ അമ്മയും അവനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. അയാൾ ഒരു മദ്യപാനിയാണെങ്കിലും കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും അയാൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. പ്രശ്നങ്ങൾ തുടങ്ങിയത് സ്റ്റീഫന്റെ കുട്ടിക്കാലം മുതലാണ്. അവൻ കുറച്ച് വളർന്നു കഴിഞ്ഞപ്പോൾ ആദ്യം അവൻ ഒരു നായ്ക്കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. പക്ഷെ അന്ന് തന്നെ രാത്രി അവൻ അതിനെ കൊന്നുകളഞ്ഞു. അവനെ ചൊല്ലിയായിരുന്നു എപ്പോഴും വീട്ടിലെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. അവൻ കുറച്ചുകൂടി വളർന്നു കഴിഞ്ഞപ്പോൾ ആ എസ്ഐയുടെ മകളുടെ വീഡിയോ അവൻ എടുക്കുകയും നെറ്റിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്തു. ആ പ്രശ്നം ഒതുക്കി തീർത്തതും അവന്റെ അച്ഛനാണ്. ആ കുറ്റവും അവന്റെ അച്ഛൻ ഏറ്റെടുത്തു. വഴിയെ പോയ പല സ്ത്രീകളെയും അവൻ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. അപ്പോഴും അവന്റെ അച്ഛനായിരുന്നു ഇടപെട്ടിരുന്നത്. കുറച്ചുകൂടി വളർന്നു കഴിഞ്ഞപ്പോൾ അവന് പെണ്ണുങ്ങളോടുള്ള താല്പര്യമില്ലാതെയായി. പിന്നെ കൊല്ലാനായി താല്പര്യം. അവൻ അവന്റെ അമ്മയെ കൊന്നു. എന്നിട്ട് അവന്റെ അച്ഛനെ ഭീഷണിപ്പെടുത്തി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറയാൻ പറയുന്നു, അച്ഛനാണ് അമ്മയെ കൊന്നതെന്ന്. എന്നിട്ട് പോലീസുകാർ വരുന്നതിന് മുമ്പ് അവന്റെ അച്ഛനെ അവൻ കൊന്നു. ആ എസ്ഐ വന്നു കഴിഞ്ഞപ്പോഴേക്കും അയാളെ തന്നെ ആ കേസ് ഒതുക്കി തീർക്കുകയും ചെയ്തു. അത് അവൻ എന്തായാലും ഗുണമായി. പിന്നീട് ചെന്നൈയിൽ പോയി ഋതികയുമായിട്ട് ഒരുമിച്ച് ജീവിക്കുകയായിരുന്നു അവൻ. ഋതികയെ നഷ്ടപ്പെട്ട ശേഷം താൻ അവളെ മിസ് ചെയ്തതുകൊണ്ടാണ് അതുപോലൊരു പെൺകുട്ടി താൻ അന്വേഷിച്ച് നടന്നതെന്നും അത് കിട്ടാത്തത് കാരണമാണ് ഈ 9 പെൺകുട്ടികളെയും കൊന്നതെന്നും അവരുടെ ആത്മാക്കളോട് അവൻ പറയുന്നു. അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ ആ ആത്മാക്കളൊക്കെ അവന്റെ കൺമുന്നിൽ നിന്ന് പോകുന്ന പോലെയാണ് അവന് തോന്നുന്നത്. ഇനി അവിടെ ബാക്കിയുള്ളത് അവന്റെ അച്ഛന്റെ അമ്മയുടെയും കൃതികയുടെ ആത്മാവായിരുന്നു. ശരിക്കും കൃതികയ്ക്ക് സംഭവിച്ചതും അബദ്ധത്തിൽ ചെയ്തൊരു തെറ്റായിരുന്നില്ല. അവൻ മനഃപൂർവ്വം കൃതികയെ കൊന്നതാണ്. അന്ന് രാത്രി അവളോട് താനാണ് തന്റെ അച്ഛനെ അമ്മയും കൊന്നതെന്നുള്ള സത്യം അവൻ തുറന്നു പറഞ്ഞതും അവൾ അവനോട് പറഞ്ഞത്, നീ പോയി പോലീസിൽ കീഴടങ്ങ്, ഞാൻ നിനക്ക് വേണ്ടി കാത്തിരുന്നോളാമെന്നാണ്. എന്നാൽ ഇത് കേട്ടിട്ട് സ്റ്റീഫൻ ഇഷ്ടപ്പെട്ടില്ല. തന്നെ പോലീസ് പിടിച്ച് ശിക്ഷയൊക്കെ വിധിച്ച് താൻ അകത്തായി കഴിയുമ്പോൾ ഇവള് വേറെ ആരുടെയെങ്കിലും കൂടി ജീവിക്കുമെന്ന് അവന് തോന്നിയിരുന്നു. അതുകൊണ്ടാണ് അവളെ കൊന്നത്. അവന്റെ അമ്മ അവനെ അടിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം തന്നെ അവൻ ചെയ്ത തെറ്റുകൾ കാരണമായിരുന്നു. അവൻ നന്നാവാൻ വേണ്ടിയിട്ടായിരുന്നു അവരവനെ അടിച്ചത്. അതിനെയെല്ലാം തന്നെ അവൻ മറ്റുള്ളവരുടെ മുന്നിൽ വേറൊരു രീതിയിലായിരുന്നു ചിത്രീകരിച്ചു കൊണ്ടിരുന്നത്. യഥാർത്ഥത്തിൽ അവന്റെ അച്ഛനും അമ്മയെല്ലാം തന്നെ നല്ല വ്യക്തികളായിരുന്നു. എന്ത് ചെയ്താലും നിങ്ങളത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് കൊണ്ട് ദേഷ്യം വന്ന് ഞാൻ നിങ്ങളെ കൊന്നു. ഞാൻ നിങ്ങളെ കൊന്ന കാര്യം അച്ഛനായിട്ട് ഇനി പോലീസിൽ പറയണ്ടെന്ന് വിചാരിച്ചിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് അയാളെ കൊണ്ട് ഭീഷണിപ്പെടുത്തി വിളിപ്പിച്ചിട്ട് അയാളെ ഞാനങ്ങ് കൊന്നു. അവന്റെ അമ്മ അവനോട് പറയുന്നുണ്ട്, നിന്റെ ഈ സത്യങ്ങളെല്ലാം തന്നെ ആരെങ്കിലും എന്തെങ്കിലും പുറത്തു കൊണ്ടുവരും. എന്നാൽ സ്റ്റീഫൻ പറയുന്നുണ്ട്, ആ സീമയെ കൊണ്ടോ മൈക്കിളിനെ കൊണ്ടോ അതിനൊന്നും സാധിക്കില്ല എന്ന്. ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവരങ്ങ് വിശ്വസിച്ച് വെച്ചിരിക്കുക. ശരിക്കും ഇതെല്ലാം സ്റ്റീഫന്റെ പ്ലാനിംഗ് ആയിരുന്നു. 9 പെൺകുട്ടികളെ കൊന്ന ശേഷം മേരിയെ മാത്രം ഞാൻ മനഃപൂർവ്വം വെറുതെ വിട്ടതാ. മേരിയെ കൊന്ന ശേഷം പോലീസുകാർ എന്നെ പിടിച്ചിരുന്നെങ്കിൽ അവരെന്നെ പെട്ടെന്ന് ഷൂട്ട് ചെയ്ത് കൊന്നേനെ. മറിച്ച് ഞാൻ മേരിയെ മനഃപൂർവ്വം വെറുതെ വിട്ടിട്ട് സ്വയം പോയി സറണ്ടർ ആയി. അപ്പൊ അവർ കേസ് പതി അന്വേഷിക്കാൻ തുടങ്ങി. മനഃപൂർവ്വമാണ് മേരിയിലേക്ക് കണക്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ അവർക്ക് ഞാൻ ഇട്ടുകൊടുത്തത്. അതുകൊണ്ട് അവരെന്നെ കൗൺസിലിംഗ് ചെയ്യാൻ തുടങ്ങി. കൊല ചെയ്ത സമയത്ത് എനിക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് കാണിച്ചതുകൊണ്ട് കോടതിയിൽ എനിക്ക് വധശിക്ഷ ലഭിച്ചില്ല. ഇരട്ട ജീവപര്യന്തം കിട്ടിയത്. അച്ഛന്റെ ആത്മാവ് അവനോട് പറയുന്നുണ്ട്, ജയിൽവാസം അത്ര സുഖകരമല്ല, 28 വർഷം നീ ജയിലിൽ കിടക്കണമെന്ന്. എന്നാൽ 10 വർഷം കൊണ്ട് നല്ല സ്വഭാവം കാണിച്ച് ഞാൻ അതിനുള്ളിൽ പുറത്തിറങ്ങുമെന്നാണ് സ്റ്റീഫൻ പറയുന്നത്. അങ്ങനെ ഇതെല്ലാം സംസാരിച്ച് തീർത്ത ശേഷം അവരുടെ ആത്മാക്കളെയും അവൻ അവിടെ നിന്ന് പറഞ്ഞുവിടുന്നതായിട്ടാണ് കാണിക്കുന്നത്. എന്നാൽ ട്വിസ്റ്റുകൾ ഇവിടെ അവസാനിക്കുന്നില്ല. സീമയും മൈക്കിളും പരസ്പരം സംസാരിക്കുന്നുണ്ട്. സ്റ്റീഫൻ ഇവരെല്ലാം കൊന്ന് കാടിനുള്ളിൽ ഡെഡ് ബോഡി കൊണ്ട് ഡംപ് ചെയ്തു എന്നാ പറഞ്ഞത്. പിന്നെ ആ ഡെഡ് ബോഡി എവിടെ പോയിട്ടുണ്ടാകും? അതെങ്ങനെ അപ്രത്യക്ഷമായി? ചിലപ്പോൾ അതിനുത്തരം സ്റ്റീഫനും അറിയില്ലായിരിക്കുമെന്നാണ് മൈക്കിൾ പറയുന്നത്. ആ സമയത്ത് കുറച്ച് ആഴ്ചകൾക്ക് മുന്നുള്ള ഒരു സീൻ നമ്മളെ കാണിക്കുന്നുണ്ട്. സ്റ്റീഫനെ പറ്റിയുള്ള ന്യൂസ് എല്ലാം തന്നെ ചാനലുകളിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ ഒരിടത്ത് നിന്ന് ആഹാരം കഴിക്കുകയും അവിടെ നിന്ന് വണ്ടിയും എടുത്ത് കാടിന്റെ സൈഡിലൂടെ പോവുകയും ചെയ്യുന്നുണ്ട്. ആ വണ്ടി നേരെ പോകുന്നത് ഒരു കോഴി ഫാമിലേക്കാണ്. അയാൾ വണ്ടിയിൽ നിന്നിറങ്ങി നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. മൂവിക്ക് ഒരു സെക്കൻഡ് പാർട്ട് ഇട്ടുകൊണ്ടാണ് കഥ അവിടെ അവസാനിപ്പിച്ചത്. ഒരുപക്ഷെ സ്റ്റീഫന്റെ ഈ കൊലകളിൽ മറ്റൊരാൾക്ക് കൂടി പങ്കുണ്ടാകാം. മൂവിയുടെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.